ഹലോ അസ്സാം വലൈക്കും, നഹ്ലാസിയ. ഹോപ്പ് യു ഡൂയിങ് വെൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ലോഗായിട്ടാണ്. ഇവിടെ അൽഗുറൈ സെൻറ്ററിൽ പുതിയതായി തുടങ്ങിയ ഫ്ലേവറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊരു മിനി ഫുഡ് കോർട്ടാണ്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ഫുഡ് കോർട്ടാണ് ഫ്ലേവ. ദേറയിലുള്ള അൽറിഗ റോഡിലാണ് അൽഗുറൈ സെൻറ്റർ ഉള്ളത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫ്ലേവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മിനി ഫുഡ് കോർട്ട് എന്ന് പറയാം. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീക്കെൻഡ്സിലാണ് കൂടുതൽ തിരക്ക് ഇവിടെ കാണാം. ഞാൻ പോയത് വീക്ക് ഡേയ്സിൽ, അതും മോർണിംഗ് സെക്ഷനിലായതുകൊണ്ട് അത്രയ്ക്കൊന്നും റഷൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ കൂടുതൽ ഫിലിപ്പീൻസാണ് വരൽ. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോൾ കൂടുതലും ഫിലിപ്പീൻസിൻ്റെ ഫുഡാണ് കേട്ടോ കണ്ടത്. പക്ഷേ അറബിക് ഡിഷസും അങ്ങനത്തെ കുറേ ചൈനീസും കുറേ ഫുഡ്സും പിന്നെ ഒരുപാട് വേറെ ടൈപ്പും ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ നിന്നൊന്നും ട്രൈ ചെയ്തിട്ടില്ല. വേറെ ദിവസം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അന്ന് ട്രൈ ചെയ്യാണ്ടിരുന്നത്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളും ഭയങ്കര ബിസിയായിരുന്നു. അവർക്ക് മുകളിൽ ഗ്ലിച്ച് ഉണ്ട്, അപ്പോൾ അവിടെ പോയി കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവരും ബിസിയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്. ഒരുപാട് ആൾക്കാർ വാങ്ങുന്നത് കൂടുതൽ ഫിലിപ്പീൻസ് തന്നെയാണ് കേട്ടോ ഞാൻ കണ്ടപ്പോൾ ഉള്ളത്. കുഞ്ഞു ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഫിലിപ്പീൻസിനും ഇഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ ബ്രോസ്റ്റഡൊക്കെ അവിടെ കണ്ടു. നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ബ്രോസ്റ്റഡും കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കുട്ടികൾക്ക് പുതിയതായിട്ടുള്ള ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനക്ക് ഈ സുഷിയും ഈ ജാപ്പനീസ് ഫുഡും അതേപോലെ തന്നെ ചൈനീസ് ഫുഡൊക്കെ ഹലാലായ ഫുഡുകളൊക്കെ കേട്ടോ അതാണ് ഞാൻ കൊടുക്കാറുള്ളൂ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രൻസ് 6 തന്നെയാണ് ഫ്ലേവർ വരുന്നത്. കറക്റ്റായിട്ട് ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് 6 കൂടെ കയറിയാൽ മതി. ഇപ്രാവശ്യം ഞാനൊന്നും അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടില്ല. അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ വീഡിയോസായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നെഹ്ല.